മുന്നിലുള്ള ഒരു എപ്പിസോഡിൽ പറയുകയുണ്ടായി, മനുഷ്യൻ്റെ ജീവന് സുരക്ഷിതത്വമില്ലാത്ത ഒത്തിരി ഘടകങ്ങൾ നമ്മുടെ ചുറ്റുപാടും ഉണ്ടെന്നുള്ള ഒരു കാര്യം. അതിൽ പാർട്ട് 1 പറഞ്ഞത് റോഡുകളുടെ പരിതാപകരമായ അവസ്ഥയും അതുമൂലമുണ്ടാകുന്ന അപകടങ്ങളെ പറ്റിയുമായിരുന്നു. മനുഷ്യജീവന് ഭീഷണിയാകുന്ന കുറേയധികം കാര്യങ്ങൾ നമുക്ക് ചുറ്റുപാടുമുണ്ടല്ലേ. അതിനെയെല്ലാം ഇല്ലാതാക്കി മനുഷ്യൻ്റെ ജീവന് വില കൽപ്പിക്കുക അല്ലെങ്കിൽ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ട ചുമതല നമ്മളെല്ലാം ഭരിക്കുന്ന ഭരണാധികാരികൾക്കാണ്. ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രയോറിറ്റി എന്നുള്ളത് രാജ്യത്തിനകത്തുള്ള ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അതായത് ക്രമസമാധാനം നിലനിർത്തിയിട്ടേ വികസനത്തിനെ കുറിച്ച് പോലും ചിന്തിക്കേണ്ടതുള്ളൂ. ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത് തെരുവ് നായ്ക്കളുടെ ശല്യത്തെക്കുറിച്ചാണ്. ക്രമാതീതമായി പെറ്റുപെരുകുന്ന തെരുവ് നായ്ക്കൾ മനുഷ്യൻ്റെ ജീവന് തീർത്തും അപകടകാരിയാണ്. എല്ലാ ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അധികാരമുണ്ട്. അതിനാൽ നായ്ക്കൾക്കും ഇവിടെ ജീവിക്കാൻ തീർത്തും അവകാശമുണ്ട്. എന്നിരുന്നാലും അത് മനുഷ്യൻ്റെ ജീവന് ഭീഷണിയാകുന്ന വിധം തീർന്നാൽ തീർച്ചയായും അതിനെതിരെയുള്ള പരിഹാരം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. ചില ഭക്ഷണശാലകളിൽ നിന്നും സ്ട്രീറ്റ് ഫുഡ് കടകളിൽ നിന്നുമെല്ലാം വരുന്ന വേസ്റ്റുകൾ, കൂടാതെ ജനങ്ങൾ അവരുടെ വീടുകളിൽ നിന്നും മറ്റും വേസ്റ്റുകളുമെല്ലാം അശാസ്ത്രീയമായ രീതിയിൽ റോഡുകളിൽ ഉപേക്ഷിക്കുന്നത് മൂലമാകാം ഇവ ഇങ്ങനെ പെറ്റുപെരുകാൻ കാരണമാകുന്നത്. രാത്രികാലങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്ക് തീർച്ചയായും ഇവയുടെ ശല്യം അറിയാൻ കഴിയും. ബൈക്കിൽ യാത്ര ചെയ്യുന്നവരുടെ കൂടെ ഓടി അവരെ ഭയപ്പെടുത്തി അപകടത്തിലാക്കി കടിച്ചു കീറുന്ന ഒരുപാട് രംഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വയസ്സായ ആൾക്കാർക്കും കുട്ടികൾക്കും തീർത്തും അപകടകാരിയാണ് ഈ നായ്ക്കൾ. കേരളത്തിൽ നിരവധി ആൾക്കാർക്ക് തെരുവ് നായ്ക്കളുടെ ആക്രമണം ഏറ്റിട്ടുണ്ട്. അതിനാൽ മരണം വരെ സംഭവിച്ച ചരിത്രം വരെ ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ. രാത്രികാലങ്ങളിലാണ് ഇവയുടെ ശല്യം കൂടുതൽ. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ രാത്രികാലങ്ങളിൽ ജോലിയും കഴിഞ്ഞ് വരുന്ന ജനങ്ങൾക്ക് നേരെ ഇവയുടെ ആക്രമണം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇത്രയധികം അപകടങ്ങൾ ഉണ്ടായിട്ടും ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ട നടപടികൾ അധികൃതർ എടുക്കുന്നില്ല എന്നുള്ളത് വളരെ ലജ്ജ ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. മനുഷ്യൻ്റെ ജീവനെന്താ ഈ നാട്ടിൽ പുല്ലുവിലയാണോ? കുട്ടികൾക്കെതിരായ തെരുവ് നായ്ക്കളുടെ ആക്രമണം വർദ്ധിക്കുന്നതും പലപ്പോഴും മാരകമായ ഫലങ്ങൾ ഉണ്ടാക്കുന്നതും സംസ്ഥാന അധികാരികളുടെ നിഷ്ക്രിയത്വവും ബാലാവകാശ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു ഒരു വേളയിൽ. കേരളത്തിൽ തെരുവ് നായ്ക്കളുടെ കടിയേറ്റ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ മരണം വരെ സംഭവിച്ചിട്ടുണ്ട്. അതിൽ കൂടുതലും കുട്ടികൾക്ക് നേരെയുള്ള ആക്രമണമാണ് എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. ശരിയായ മൃഗജനന നിയന്ത്രണ പരിപാടികളുടെ അഭാവം, വളർത്തുമൃഗങ്ങളെ ഉപേക്ഷിക്കൽ, മോശം മാലിന്യ സംസ്കരണം എന്നിവയാണ് ശല്യത്തിന് പ്രധാന കാരണങ്ങളാകുന്നത്. നായ്ക്കളുടെ വളർച്ച തടയുന്നത്, ഇല്ലാതാക്കുന്നത്, മൃഗസംരക്ഷണ കേന്ദ്രങ്ങൾ ഒരുക്കി സംരക്ഷിക്കുന്നത് ഇവയെല്ലാം അപകട സാധ്യത കുറയ്ക്കാൻ സാധിക്കുന്നു. ആഗോളതലത്തിൽ നായയുടെ പേവിഷബാധയേറ്റ് പ്രതിവർഷം 59,000-ൽ പരം മനുഷ്യ മരണങ്ങൾക്ക് കാരണമാകുന്നു. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം പേവിഷബാധ മൂലമുള്ള ആഗോള മരണങ്ങളിൽ 36% ഇന്ത്യയിലാണ്. തെക്ക് കിഴക്കൻ ഏഷ്യൻ മേഖലയിലെ പേവിഷബാധ മൂലമുള്ള മരണങ്ങളിൽ 65% ഇന്ത്യയിലാണ്. ഇത് പൊതുജന സുരക്ഷയിൽ കാര്യമായ ആശങ്ക ഉയർത്തുന്നു. കേരളത്തിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണം വർദ്ധിച്ചു വരുന്നത് ആശങ്കയായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിലും ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിലും തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ ഒരു പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടി സർക്കാർ അധികാരികളും മൃഗക്ഷേമ സംഘടനകളും പൗരന്മാരും ഉൾപ്പെടുന്ന ബഹുമുഖ സമീപനം വളരെ അത്യാവശ്യമാണ്. ചില നടപടികൾ തീർച്ചയായും സ്വീകരിച്ചേ മതിയാവും. അതായത് വന്ധ്യംകരണവും വാക്സിനേഷനും. തെരുവ് നായ്ക്കൾക്കായി വ്യാപകമായി വന്ധ്യംകരണവും വാക്സിനേഷൻ പരിപാടികളും നടപ്പിലാക്കേണ്ടത് വളരെ നിർണായകമായ ഒരു കാര്യമാണ്. ഈ സംരംഭങ്ങൾ ഫലപ്രദമായി നടത്തുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങൾ മൃഗസംരക്ഷണ സംഘടനകളുമായി സഹകരിക്കണം. മാലിന്യ സംസ്കരണം, മാലിന്യ നിർമ്മാർജ്ജന സംവിധാനങ്ങളും കാര്യക്ഷമമായ മാലിന്യ ശേഖരണവും ഉൾപ്പെടെ ശരിയായ മാലിന്യ സംസ്കരണ രീതികൾ അത്യാവശ്യമാണ്. ഭക്ഷണ സ്രോതസ്സുകളുടെ ലഭ്യത കുറയ്ക്കുക എന്നത് തെരുവ് നായ്ക്കളുടെ വർധനവിനെ പിന്തിരിപ്പിക്കാനാകും. വളർത്തു നായ്ക്കളെ തെരുവിൽ ഉപേക്ഷിക്കുന്നതും തീർത്തും നിർത്തലാക്കുകയും അങ്ങനെ ചെയ്താൽ അതിനുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക. നാളിതുവരെ നമ്മൾ ഒത്തിരി വാർത്തകളിൽ കേട്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാർക്ക് നേരെ നായ്ക്കളുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അതിൽ കൂടുതലും രാത്രി യാത്ര ചെയ്യുന്നവർക്ക് നേരെയും അതുപോലെ ബൈക്ക് യാത്രികർക്ക് നേരെയും കുട്ടികൾക്ക് നേരെയും സ്ത്രീകൾക്ക് നേരെയുമാണ്. അതായത് ഈ നായ്ക്കളുടെ ആക്രമണങ്ങൾ തടയുക എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെതിരെ തീർച്ചയായും അധികൃതർ ശക്തമായ നടപടികൾ എടുത്തേ മതിയാകൂ. മനുഷ്യർക്കെതിരെ ഉണ്ടാകുന്ന നായ്ക്കളുടെ ആക്രമണങ്ങൾ പൂർണ്ണമായിട്ടും തുടച്ചു നീക്കേണ്ടതുണ്ട്.